ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് വലിയ ചോദ്യമൊന്നും വേണ്ട, ഇങ്ങ് തന്നാ മതി. പിണറായി വിജയ, ഇത് ഉത്തര കൊറിയയോ? വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിനെതിരെയും വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമല്ല, വലിയ പൊളിറ്റിക്കൽ ഫണ്ടിങ് കൊണ്ട് പ്രവർത്തിക്കുന്ന ചാനലിൽ ഇരുന്ന് പോലും മുഖ്യമന്ത്രിയെ കൊലവിളിക്കുകയാണ്. ആത്മാഭിമാനമുള്ളവരായിരുന്നെങ്കിൽ പോയി ചത്തുകളഞ്ഞേനെ ഇത് കേട്ടാൽ. കാരണം ഉത്തരം മുട്ടിക്കുന്ന ചോദ്യശരങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്തം മുതലാക്കുവാൻ ഒരു ദുരന്തനെയും ജനങ്ങൾ ഇനി അനുവദിക്കില്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കാടടച്ച് വിമർശിക്കുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. തെറ്റിദ്ധാരണകൾ പടർത്തുന്നവരെയും ഈ അവസരം മുതലെടുത്ത് ചൂഷണം നടത്തുന്നവരെയും വെറുതെ വിടരുത്. എന്നാൽ പ്രളയവും സുനാമിയും കേരളത്തെ വിഴുങ്ങിയപ്പോൾ ആടിനെ വിറ്റും കൊടുക്ക പൊട്ടിച്ചും വരെ അത്താഴപ്പട്ടണിക്കാരും കുഞ്ഞുങ്ങളും വരെ നൽകിയ പണം പോലും ഇരകൾക്ക് ലഭിച്ചില്ല. ആ ഇടപാടുകളിൽ യാതൊരു സുതാര്യതയും ഉണ്ടായിരുന്നില്ല എന്ന വസ്തുതകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികം. അതിനെ കേസെടുത്ത് വരട്ടി ഇല്ലാതാക്കാം എന്ന് കരുതിയാൽ ജനങ്ങൾ ഒന്നടങ്കം പറയും, ഞങ്ങൾക്കത് മലരാണ്, ജയിലെങ്കിൽ ജയിലെന്ന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിമാരുടെ കുടുംബസ്വത്തോ മുഖ്യമന്ത്രിമാരുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ല. ആ പണം ഒരു പിണുങ്ങാണ്ടിക്കും അവരുടെ സിൽബന്ധികൾക്കും പാർട്ടി പ്രവർത്തകർക്കും ചാർച്ചക്കാർക്കും പുട്ടടിക്കാനോ ആർമാദിക്കാനോ ഉള്ള പണവുമല്ല. ഒരു ജനത മുഴുവൻ ഒരു സംസ്ഥാനത്തിൻ്റെ നായകനെ നാരത്തരം കാണിക്കില്ല എന്ന് കരുതി വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു കരുതൽ നിധിയാണത്. വേണ്ട പോലെ ആവശ്യക്കാർക്ക് ആവശ്യമായ സമയത്ത് കൃത്യമായി സുതാര്യമായി നൽകും എന്ന വിശ്വാസത്തിലാണ് ജനങ്ങൾ അതിലേക്ക് പണം നൽകുന്നത്. അതുകൊണ്ട് അതിൻ്റെ സുതാര്യതയും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കേണ്ടുന്നതിൻ്റെ ആവശ്യം വളരെ വലുതാണ്. അത് പാലിക്കപ്പെട്ടില്ലെങ്കിൽ വിമർശിക്കപ്പെടുക തന്നെ വേണം, കറക്റ്റ് ചെയ്യപ്പെടണം. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ വിമർശനങ്ങൾ അത്യാവശ്യമാണ്. അതിനെ ഭയക്കരുത്, തടയരുത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ട്. സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചരണം നടത്തിയെന്നാരോപിച്ച് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി ഭാരതീയ ന്യായ സംഹിതയിലെ 192, 45, ദുരന്ത നിവാരണ നിയമത്തിലെ 51 എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പോലും. തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കുക തന്നെ വേണം. എന്നാൽ മുൻകാല തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടി ജനങ്ങളിനി വഞ്ചിതരാകരുത് എന്ന വസ്തുതകളും സർക്കാരിന്റെ അനാസ്ഥ മൂലം ബന്ധപ്പെട്ട വകുപ്പുകൾക്കുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെയും തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിച്ചു എന്ന ന്യായം പറഞ്ഞ് കേസെടുത്ത് വിരട്ടാമെന്ന് കരുതരുത്. കാരണം ഇത് കിം ജോങ് ഉൻ ഭരിക്കുന്ന ഉത്തര കൊറിയയല്ല. ഇത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ്. ഇവിടെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പ്രതികരിക്കുവാനുള്ള അവകാശമുണ്ട്. അന്തംഗമ്മികളുടെ നിർദ്ദേശപ്രകാരം പോലീസിന് ഇന്ത്യൻ പീനൽ കോഡും ഭാരതീയ ന്യായ സംഹിതയും ഒക്കെ പലപ്പോഴും എടുത്ത് ദുരുപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതികളിൽ അപ്പോഴെല്ലാം നാണം കെട്ടിട്ടുമുണ്ട്. അപ്രകാരം ചെയ്താൽ ഇനിയും നാണം കെടും എന്നു മാത്രം ഓർത്തുകൊള്ളുക. കേരള സംസ്ഥാനം തീരെഴുതി കിട്ടിയ മുതലാളിമാർ ഒന്നും നോക്കാതെ 5 കോടിയും 10 കോടിയും വാരി വിതറുമ്പോൾ അതിൻ്റെ ടാക്സ് ബെനിഫിറ്റും PR ബെനിഫിറ്റും അവർക്ക് കിട്ടുന്നു. എന്നാൽ മുണ്ടുമുറുക്കി കൊടുത്ത് സാധാരണ ജനങ്ങൾ നൽകുന്ന പണം അങ്ങനെയല്ല. അവരുടെ പണം നഷ്ടപ്പെട്ടാൽ യാതൊരു ഉറപ്പുമില്ലാതെ അത് വെട്ടിത്തിന്നാൽ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്ന് ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള വിഷയം ഇതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിമർശനാതീതമോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ നിങ്ങളുടെ മുൻകാല അനുഭവം എന്താണ്? ഇനിയും നാം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച് പണം നൽകണം. നേരിട്ട് നമുക്കെങ്ങനെ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാം? യഥാർത്ഥത്തിൽ ആരാണ് ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദികൾ? നിങ്ങളുടെ പ്രതികരണത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ നിങ്ങളുടെ പ്രതികരണം അറിയിക്കാം. പ്രതികരണം അറിയിക്കേണ്ടുന്ന നമ്പർ 9746114444. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746114444. അതുമല്ലെങ്കിൽ ശബ്ദ സന്ദേശമായും മേൽപ്പറഞ്ഞ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രതികരണം ഞങ്ങളെ അറിയിക്കാം. മാത്രമല്ല കമന്റ് ബോക്സിലും നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്താം. അപ്പോൾ വേഗമായിക്കോട്ടെ, പ്രതികരിച്ചാലും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.